യേശുക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. നോയമ്പിൻ്റെ 14-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 7 മുതൽ 15 വരെയാണ് ഇന്നത്തെ തിരുവചന ഭാഗം. സ്നാപക യോഹന്നാനെക്കുറിച്ച് ഈശോ സാക്ഷ്യം നൽകുകയാണ്. അതിശയം തോന്നുന്ന ഒരു തിരുവചന ഭാഗമാണ്. സ്നാപക യോഹന്നാനെക്കുറിച്ച് ഈശോ സാക്ഷ്യം നൽകുന്നു. സാക്ഷ്യം നൽകാൻ കാരണം ഇതാണ്: സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ പലരും യേശുവിൻ്റെ ശിഷ്യന്മാരായി തീരാൻ സ്നാപകൻ അനുവദിച്ചു. പലരും യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, ഒരുപാട് പേര് അവിടെ പോയി സ്നാനം സ്വീകരിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ യോഹന്നാൻ അനങ്ങുന്നില്ല. ഇതൊന്നും പ്രശ്നമല്ല, കാരണം താൻ എന്താണെന്നും ക്രിസ്തു എന്താണെന്നും ആരാണെന്നും യോഹന്നാന് കൃത്യമായിട്ട് അറിയാം. 2, പശ്ചാത്താപത്തിൻ്റെ സുവിശേഷം സ്നാപക യോഹന്നാൻ ആദ്യമായിട്ട് പ്രസംഗിച്ചു. അത് പുത്രനിലേക്കും പിതാവിലേക്കുമുള്ള ഒരു യാത്രയായിരുന്നു. 3, യോഹന്നാൻ ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്നു. വഴിയൊരുക്കിയതിന് ശേഷം വഴി മാറിക്കൊടുത്തു. പിന്നെ അവിടെ കാണുന്നില്ല, വഴിയൊരുക്കി വഴി മാറി. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ചെയ്ത യോഹന്നാനെക്കുറിച്ച് ക്രിസ്തു സാക്ഷ്യം നൽകുകയാണ്. ലോകത്തെ ഒന്ന് പറയുകയാണ്, ഇതാണ് യോഹന്നാൻ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ജീവിതവും. ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വഴി മാറി നിൽക്കുക. ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒക്കെ ചെയ്തതിന് ശേഷം ഈ ക്രെഡിറ്റ് എടുക്കാതെ ഒന്ന് വഴിമാറുക. നമ്മുടെ ഒരു വലിയ പ്രശ്നം, അത് ഞാനാണ് ചെയ്തത്, ഞാൻ അവളെ പഠിപ്പിച്ചത്, ഞാൻ ഇവനെ പഠിപ്പിച്ചത്, എന്നിട്ട് അവൾ തിരിഞ്ഞു നോക്കിയില്ല, ഒന്നും പറയാതെ പോയി. ഇതൊക്കെയാണ് ഈ പരാതികൾ. ഒന്നുമില്ല, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. ഒരപ്പൻ എന്ന രീതിയിൽ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി പറക്കാൻ അനുവദിക്കുക. അവർ പറന്നു പോട്ടെ. നോക്കുകയോ തിരിച്ചു വരികയോ ഇതൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറയുന്നു, അവൻ വളരുന്നു. അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് സാക്ഷ്യം നൽകും. ലോകത്തിന് നമ്മളൊരു സാക്ഷ്യമായി മാറുകയും ചെയ്യും. നിശബ്ദമായ ചില വ്യക്തിജീവിതങ്ങളുടെ സാക്ഷ്യങ്ങളാണ് എന്നെയും നിങ്ങളെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് കൂടി തിരിച്ചറിയുക. ഇത്രയും ചിന്തിച്ചാൽ മതി. നിൻ്റെ നിശബ്ദമായ ജീവിതം ആർക്കൊക്കെയോ സാക്ഷ്യമാകുന്നുണ്ട്. നിൻ്റെ നിശബ്ദമായ സഹനവും ചെറുതാകലും ആർക്കൊക്കെയോ സാക്ഷ്യമാകുന്നുണ്ട്, ആർക്കൊക്കെയോ ജീവിതമാകുന്നുണ്ട്. പൈപ്പറേസി കുടുംബത്തിൽപ്പെട്ട പൈപ്പർ ബെറ്റൽ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന വെറ്റിലയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഔഷധ സസ്യം. ബെറ്റൽ ലീഫ് പ്ലാന്റ് എന്ന് ഇംഗ്ലീഷിൽ ഇതറിയപ്പെടുന്നു. പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ ധാരാളമായി ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധമാണ്. മുറുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധം. ഏറെ പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്ന ഒരു സസ്യമാണിത്. ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിന് മുൻപ്, ഡ്രൈവിംഗ് തുടങ്ങുന്നതിന് മുമ്പ്, സംഗീത പഠനം തുടങ്ങുന്നതിന് മുമ്പ്, ഡാൻസ് പഠനം തുടങ്ങുന്നതിന് മുമ്പ് ഗുരുദക്ഷിണ കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെറ്റിലയും അടക്കയും ഒരു തുട്ടുമാണ്, നാണയത്തുട്ടുമാണ്. അപ്പോൾ അത്രമാത്രം പോസിറ്റീവ് എനർജി ഉള്ള ഒരു ഔഷധ സസ്യമാണ്. നമ്മുടെ പഴയ കാർന്നോന്മാർ ധാരാളമായിട്ട് മുറുക്കിയിരുന്നവരാണ്. അവരിൽ പലരും പുകല ചേർത്താണ് മുറുക്കിയിരുന്നത്. പുകല ചേർത്തുള്ള മുറുക്ക് നമുക്കധികം പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയില്ല, കാരണം അതിലൂടെ മറ്റു പല രോഗങ്ങൾക്ക് കാരണമാകും. എന്നാൽ പുകല ചേർക്കാതെ അല്പം ചുണ്ണാമ്പും അടക്കയും ചേർത്ത് മുറുക്കുന്നത് നമ്മുടെ വായ്ക്ക് വളരെ നല്ലതാണ്. പല്ലിനും മോണയ്ക്കുമുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ മാറാനുള്ള നല്ല ഒരു ഔഷധമാണ്. ഇപ്പോൾ മോണയ്ക്കുണ്ടാകുന്ന പഴുപ്പ്, ഇൻഫെക്ഷൻ, പല്ലിനുണ്ടാകുന്ന വേദന, ഇതിനെല്ലാം ഉള്ള ഒരു പരിഹാരമാണ് ഈ വെറ്റില നീര് ഈ ഉള്ളിൽ ചെല്ലുന്നത്, വായ്ക്കകത്ത് ചെല്ലുന്നത്. വീണ്ടും പലതരത്തിലുള്ള വെറ്റിലയുണ്ട്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള. ഇതിൻ്റെ തുളസി വെറ്റില എന്ന് പറയുന്ന ഒരു വെറ്റിലയുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണ വെറ്റില മുറുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് കുറച്ചുകൂടി വീര്യം കൂടുതലുണ്ട്. ഇതിപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഈ തുളസി വെറ്റില നമ്മൾ ഒരല്പം വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ വായുടെ രുചി അങ്ങ് പോകും, നാവിൻ്റെ രുചി അങ്ങ് നഷ്ടപ്പെടും. 2-3 ദിവസത്തേക്ക് നമുക്ക് ഭക്ഷണം കഴിച്ചാൽ അത്രയും വീര്യമുള്ള ഒന്നാണ്. ഔഷധ ഗുണം കൂടുതലുള്ള ഒരു വെറ്റിലയാണ് തുളസി വെറ്റില. ഇനി ഈ തുളസി വെറ്റില നീരിൽ തേൻ ചേർത്ത് എല്ലാ ദിവസവും അല്പം, ഒരു വെറ്റില നീരിൽ 1 ടീസ്പൂൺ തേൻ ചേർത്ത് കഴിച്ചാൽ പനിയും ജലദോഷവും ഉദര സംബന്ധമായ രോഗങ്ങൾ, അർശസ് പോലും മാറിപ്പോകാനുള്ള നല്ല മരുന്നാണ്. അതോടൊപ്പം തന്നെ പൈൽസ് വരാതിരിക്കാൻ, വന്ന പൈൽസ് മാറാനുള്ള മരുന്ന് എന്നതിനേക്കാൾ പൈൽസ് വരാതിരിക്കാനുള്ള ഒരു മരുന്നും കൂടിയാണിത്. ഇതിൻ്റെ വെറ്റില നീര് തേനിനകത്ത് അല്പം, ധാരാളം വേണ്ട, 1 വെറ്റില നീരാണ് കണക്ക്. 1 വെറ്റില നീര് 1 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ തേനും ചേർത്ത് കഴിച്ചാൽ
അർശസ് വരാതിരിക്കുകയും ഉദര രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. വെറ്റില ഒരു വാതരോഗ ശമനിയാണ്. വെറ്റില അരച്ച് 1 ഗ്രാം വീതം ചൂടുവെള്ളത്തിൽ കുടിക്കുന്നത് മന്ദരോഗം മാറാൻ നല്ലതാണ്. അത് പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നൊരു രോഗമാണ്. ഇപ്പോഴും ചിലർക്കെങ്കിലും അതുണ്ട്, പക്ഷേ ഇത് നല്ലൊരു മരുന്നാണ്. അരിയാഹാരം കൂടുതൽ കഴിച്ച് ദഹനക്കുറവ് അനുഭവപ്പെടുമ്പോൾ ആഹാരത്തിന് ശേഷം വെറ്റിലയും അല്പം ചുണ്ണാമ്പും ചേർത്ത് വായിലിട്ട് ചവയ്ക്കുകയും അതിൽ അല്പം നീര് ഉള്ളിലേക്ക് ഇറക്കുകയും ചെയ്താൽ ഈ ദഹനക്കുറവ് പെട്ടെന്ന് പരിഹരിക്കാനായിട്ട് കഴിയും. ശ്വാസകോശ രോഗങ്ങൾക്ക് കച്ചോലത്തിൻ്റെ കിഴങ്ങ് ഉണങ്ങിയതും വെറ്റിലയും കൂടി ചവച്ചിറക്കിയാൽ അതിന് ശമനം കിട്ടും. വെറ്റില വെറുതെ വായിലിട്ട് ചവച്ചാൽ വായുനാറ്റം മാറും, മോണയുടെ പഴുപ്പ് മാറും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെറ്റില 2 രീതിയിൽ വളർത്താം. ഒന്ന്, ഇതുപോലെ ചട്ടിയിൽ കുറ്റിച്ചെടിയാക്കി നിങ്ങൾക്കത് വളർത്തിയിറക്കാം. ഇത് തുളസി വെറ്റിലയാണ് നമ്മളിവിടെ നട്ട് വളർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ മരത്തിൽ കയറ്റി വിടാം. കവുങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ മരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറ്റില അതിൽ കയറ്റി വിടാം. ഇത് ഒരു കൃഷിയായിട്ട് ചെയ്യുന്നവരുണ്ട്. വെറ്റില കടയിൽ കൊടുത്താൽ പൈസ കിട്ടും. കൃഷിയായിട്ട് ചെയ്യുന്നവരുണ്ട്, ഔഷധ രീതിയിൽ ചെയ്യുന്നവരുമുണ്ട്. നമുക്ക് ക്രിസ്മസിന് വേണ്ടി നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ ഔഷധ ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ വെറ്റില നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നട്ട് വയ്ക്കാം. നമ്മൾ വെറ്റില നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തണ്ടാണ് നടുന്നത്. തണ്ട് ഇല വേണമെന്നില്ല, തന്നെ മുളച്ച് വരും. ഈ ചെറിയ മുളയുണ്ടെങ്കിൽ കുഴപ്പമില്ല. വലിയ ഇലയുള്ളത് നമുക്കിങ്ങനെ ഞുള്ളിക്കളഞ്ഞിട്ട് ചെറിയ തളുപ്പുള്ളത് കുഴപ്പമില്ല. അപ്പോൾ തണ്ട് മാത്രം നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്ക് നട്ടുവെക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കാണുന്ന ചെടി, വെറ്റില ചെടി 2 മാസം മുമ്പ് നമ്മൾ ഇതുപോലെ തണ്ട് നട്ടതാണ്. വളരെ മനോഹരമായിട്ടത് വളർന്നു വരും. പ്രകാശത്തിൽ വേണമെന്ന് മാത്രം, ഒത്തിരി വലിയ സൂര്യപ്രകാശം വേണമെന്നില്ല. എന്നാലും നിങ്ങൾക്ക് വീടിൻ്റെ പോർച്ചിലൊക്കെ നട്ട് പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെ മനോഹരമാക്കി നിങ്ങളും നിങ്ങളുടെ ഭവനത്തിൽ ഇത് നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ ഭക്ഷണം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ്. രാവിലെ മല്ലിക്കാപ്പി, ഡേറ്റ്സ്, തേങ്ങാക്കൊത്ത്. ഉച്ചയ്ക്ക് കാബേജ്, പപ്പായ, ബീട്രൂട്ട് എല്ലാം പുഴുങ്ങിയത് കഴിക്കാം. വൈകുന്നേരം കുക്കുംബർ ജ്യൂസും ഒരു പഴവും കഴിക്കാം. അങ്ങനെ നമുക്ക് ഏറെ താല്പര്യത്തോടെ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങി മുന്നേറാം. ദൈവം അനുഗ്രഹിക്കട്ടെ.